ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒട്ടും പ്ലാൻഡ് അല്ല കേട്ടോ. ഞാൻ ഇപ്പം എടുക്കണ ഒരു മീൻസ് ഈ വീഡിയോ എടുക്കുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. എന്താ സംഭവമെങ്കിൽ ഇന്ന് ഉച്ചയ്ക്കാണ് എനിക്ക് ഒരു കോള് വന്നിട്ട് DTDCന്ന്. ഹലോ ശ്രീതു അല്ലേ, ഒരു കൊറിയർ ഉണ്ടല്ലോ, വന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ല, ഒന്നും സംഭവമില്ല. എന്തായാലും സംഭവം നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ കുറച്ച് പേര്, അവരെന്തെങ്കിലും പണി ഒപ്പിച്ചിരിക്കാനാണ് ചാൻസ്, അല്ലാതെ വേറെ ആരും എനിക്ക് ഗിഫ്റ്റ് അയക്കാനോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഇപ്പോൾ ഉള്ളത് ഇവിടുത്തെ ചേച്ചിയാണ്, അവളെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അഖിലേട്ടനാണോ എന്ന് ചോദിച്ചപ്പോൾ ഏട്ടനും എല്ലാന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവരാണെങ്കിലും കൊറിയറിൻ്റെ ആവശ്യമില്ല, അത് ചേച്ചി വരുമ്പോൾ എനിക്ക് കൊണ്ടുവരും. പിന്നെ ഇപ്പോൾ ഫോണൊക്കെ ഇപ്പം അടുത്ത് വാങ്ങി തന്നല്ലോ, അപ്പം ഈ അടുത്തൊന്നും ഗിഫ്റ്റ് ഒന്നും പ്രതീക്ഷിക്കണ്ട. ഞാൻ കൊല്ലത്തുനിന്ന് ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ അവരൊക്കെ അവിടെ അല്ലേ, ഞങ്ങളെല്ലാവരും ഭയങ്കര ലോങ് ഡിസ്റ്റൻസിലല്ലേ. ഇനിയിപ്പോൾ നവ്യ എങ്ങാനും അയക്കോ എനിക്കറിയില്ല എന്താണ്. ഞങ്ങൾ ഹോസ്റ്റലിലൊക്കെ ആകുമ്പോൾ പറഞ്ഞിരുന്നു ഇനി അടുത്ത ബർത്ത്ഡേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും, എന്താ ഇനിയിപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് കൊറിയർ ചെയ്യാം, അതൊക്കെ അന്ന് അങ്ങനെ പറഞ്ഞത്. ഇനിയിപ്പോൾ അവളാണോ ഇനിയിപ്പോൾ വേറെ ആരും, എനിക്കങ്ങനെ കുറേ ഫ്രണ്ട്സൊന്നും ഇല്ല, കുറച്ച് പേരേ ഉള്ളൂ ക്ലോസ് ആയിട്ടുള്ളവർ. വേറെ ആരും അയക്കാൻ ചാൻസും ഇല്ല. അപ്പം എന്നോട് 6:30 മുന്നേ ആയിട്ട് DTDC. അത് ശരിയാ, എന്നെ ആർക്കും അധികം ഇഷ്ടമൊന്നുമില്ല. ഞാൻ ആരുടെയും മറ്റേ ഫേവറേറ്റ് പേഴ്സൺ ഒന്നുമില്ല, ആകെ കുറച്ച് ആൾക്കാരുടെ ഫേവറേറ്റ് പേഴ്സൺ ആണ്, അത് സത്യമായിട്ടുള്ള കാര്യം. അപ്പോൾ ഞാൻ എന്തായാലും കൂറ്റനാടാണ് DTDC. അപ്പോൾ ഒന്ന് പോയി നോക്കാം എന്താ നോക്കി. ഞാൻ എന്തായാലും ഗിഫ്റ്റ് മേടിച്ച് വീട്ടിൽ വന്നിട്ട് തന്നെ അൺബോക്സ് ചെയ്യുള്ളൂ. ചേച്ചി വന്നിട്ടുണ്ട്, അപ്പോൾ അവൾ വീഡിയോ എടുത്ത് തരും. എനിക്കിതിങ്ങനെ അറിഞ്ഞപ്പോൾ തന്നെ വയറിലൊരു കാളിച്ച, ഞാൻ ആരാന്നറിയില്ലല്ലോ. ഞാൻ അവരോട് ചോദിച്ചു അഡ്രസ്സ് ഉണ്ടോ, ആരായച്ചെന്ന്. അപ്പോൾ അതൊന്നുമില്ല. അപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കൊറിയർ സംഭവമൊക്കെ വരുന്നത്. അവരെന്നെ നവ്യ അല്ലെങ്കിൽ അവർ 6 ആളിൽ ആരെങ്കിലും ഒരാളാവാനാണ് ചാൻസ്. അപ്പം നമുക്ക് എന്തായാലും പോയി നോക്കാം കേട്ടോ, പോയിട്ട് വരാം. ഞാൻ കൊറിയർ കളക്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ആരെ അയച്ചെന്ന് കണ്ടുപിടിക്കുന്നത് നമുക്ക് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അഡ്രസ്സ് ഇതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട്. അവരെന്തോ എന്നോട് ആരെ അയച്ചെന്ന് പറയാനിട്ടായിരുന്നു. അവരോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അവർ പെട്ടെന്ന് ഇത് തട്ടിക്കളയുന്നതിൻ്റെ ഇടയിൽ അത് നോക്കിയില്ല, ജസ്റ്റ് വിളിച്ചു അങ്ങനെ പറഞ്ഞത് കൊറിയറുകാർ. അപ്പോൾ ആരെ അയച്ചത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നവ്യ വൺ ആൻഡ് ഓൺലി നവ്യ SL. എന്താ പറയുക, ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുള്ള സംഭവമല്ല കേട്ടോ ഇത്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എനിക്ക് എന്താ പറയേണ്ടത് അറിയില്ല, നമ്മുടെ ഫീലിങ്സ് പറയാൻ പറ്റില്ല. കാരണം ഒരിക്കലും വിചാരിച്ചതല്ല ഇങ്ങനെ ഒരു ഗിഫ്റ്റ് വരുമെന്ന്. ഇതിലെന്താന്നൊക്കെ നമുക്ക് വീട്ടിൽ പോയിട്ട് അൺബോക്സ് ചെയ്യാം. അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിൽ 2 ദിവസം മുന്നേ ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവള്. എന്നിട്ട് പോലും അവൾ എന്നോട് പറയില്ലല്ലോ, സർപ്രൈസ് അല്ലേ. നാളെയാണ് എൻ്റെ ബർത്ത്ഡേ കേട്ടോ. നമ്മുടെ ഗിഫ്റ്റ് ഇതാ കളക്ട് ചെയ്തു. ഗിഫ്റ്റ് അയച്ചത് ആരാന്ന് കണ്ടുപിടിക്കാനൊന്നും അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നവ്യാണ് എനിക്ക് ഗിഫ്റ്റ് അയച്ചിട്ടുള്ളത്. പിന്നെന്താ, എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ എനിക്ക് അതിങ്ങനെ എക്സ്പ്രസ് ചെയ്തത് അറിയില്ല, എൻ്റെ മനസ്സിലാണ് ആ സന്തോഷം. ഞാൻ എത്രത്തോട്ട് സന്തോഷിക്കുന്നതെന്നാലും അവൾക്ക് മനസ്സിലാവും. നമുക്ക് എന്തായാലും ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാം. ഗിഫ്റ്റ് എന്താന്ന് ഗസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ എനിക്കാണ് ഗസ് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ അവൾ അത്യാവശ്യം ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്ന ആളാണ്. ചിലപ്പോൾ അവൾ തന്നെ ചെയ്ത എന്തെങ്കിലും ഗിഫ്റ്റ് ആയിരിക്കും കേട്ടോ. അത് അവരുടെ ചാൻസ് കൂടുതൽ ചിലപ്പോൾ ആവില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. അങ്ങ് നെടുമങ്ങാട് തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഗിഫ്റ്റാണ്. പാലക്കാട് വരെ എത്ര ജില്ലകൾ താണ്ടി വന്നൂലേ. ഞാൻ പറഞ്ഞില്ലേ അവളെന്നെ ഉണ്ടാക്കിയ ഗിഫ്റ്റ് ആയിരിക്കൂട്ടത്. ഞാൻ പറഞ്ഞില്ലേ അവളുടെ സ്വന്തം കൈകൊണ്ട് മേഡ് ചെയ്ത ഗിഫ്റ്റ്സ് ആയിരിക്കും. കാണാതെ ഓപ്പൺ വിത്ത് യുവർ ബെസ്റ്റ് സ്മൈൽ എന്നൊക്കെ പറയുന്നുണ്ട്. അയ്യോ ഇവിടെ ഒരാളുണ്ട്.
എത്തി. ഇതാണ് എന്റെ ചേച്ചിയുടെ ഒരേ ഒരു സന്തതി അധീര. അധീര ഗിഫ്റ്റ് എക്സൈറ്റ്മെന്റിലാട്ട ഗൈസ്. മേമ തരാ അത് മേമ അന്ന് മേനും കുട്ടിയും കൂടിയിട്ട് ഓപ്പൺ ചെയ്യാം. മേനും കുട്ടിയും കൂടിയിട്ടാ ഓപ്പൺ ചെയ്ത്. ഇതാ കണ്ടോ ഇതൊക്കെ അവള് കൊറേ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. റിലാക്സ് ആയിട്ട് പിടിച്ച ഇതാട്ടോ. ഇതൊക്കെ എനിക്ക് സ്വന്തമായിട്ട് ഇരുന്ന് വായിക്കണം. ചിലപ്പോ ഞങ്ങളുടെ കുറച്ച് പ്രൈവസി ഉള്ള കാര്യങ്ങളാണെങ്കിലോ. ഇപ്പൊ തരാം മേമ. അത് വേണ്ടാണോ അതൊറ്റേറെ ഇത് കൊണ്ടേക്കോ അമ്മ മുതൽ അപ്പുറത്ത് ഗിഫ്റ്റുകള്. ഇതാ കണ്ടോ അവള് നന്നായിട്ട് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യും, ചിത്രം വരയ്ക്കും, എല്ലാം ചെയ്യും കേട്ടാ. സകലകല വല്ലഭ്യാണ്. അപ്പൊ കണ്ടാ ഇതൊക്കെ എനിക്ക് സമാധാനമായിരുന്നു വായിക്കണം കേട്ടോ. ഇപ്പൊ വായിച്ച നമ്മുടെ വീഡിയോ ലെങ്ത് ആവും. സോ നോക്ക്. ഹായ് ലൈറ്റ് ഉണ്ടാ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇത് നിങ്ങക്ക് തോന്നും ഫ്രെയിം ആണെന്ന്, ബട്ട് ഇതൊരു പേപ്പറാണ് കേട്ടാ. പേപ്പർ കൊണ്ട് അവള് ചെയ്താണ്. ഭയങ്കര അടിപൊളിയുണ്ട്. വെറുതെ ഒരു ഹാൻഡ് ക്രാഫ്റ്റഡ് വിത്ത് ലവ്. ഇതൊക്കെ ചെയ്യാൻ ഒരു ഹാർഡ് വർക്ക് എടുത്തിട്ടുണ്ടാവും അല്ലേ? നല്ല ഹാർഡ് വർക്കാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാൻ. അവള് ചെയ്യണത് എന്താണ്, ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അതാണ് കണ്ടോ. ഒരു ഫ്ലവർ ഉണ്ട്, പിന്നെ കൊറേ ലെറ്റർ ഒക്കെ ഉണ്ട്. ഇതിലൊക്കെ എന്തെങ്കിലും എന്താണ് ഒരു ലെറ്റർ കേട്ടോ. നമുക്ക് നോക്കാം. ഞാൻ ഈ വീഡിയോ എടുക്കാൻ ഭയങ്കര എക്സൈറ്റഡ്. അതോ ഞാൻ ഈ വ്ലോഗ് എടുത്തത് നന്നായി. പ്രിയപ്പെട്ട ശ്രീധുവിന്, നിനക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഈ പിറന്നാൾ ദിനം ഈ സമ്മാനം നിന്നിൽ അല്പമെങ്കിലും സന്തോഷം ഉണ്ടാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ജീവിതത്തിലെ നേട്ടങ്ങളിൽ ഏറ്റവും മികച്ച ഒന്നായാണ് ഞാൻ നിന്നെ കാണുന്നത്. ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഈ സാധനവും. നോക്ക് അവളെ കൈയിട്ടുണ്ടാക്കുന്നതാണ് ഇതൊക്കെ. നെക്സ്റ്റ് സാധനം ഇതൊരു ബ്രീഫ് ലെറ്ററാ തോന്നുന്നു. ഇത് നമുക്ക് പിന്നെ വായിക്കാം. ഇതൊക്കെ അവളെ കൈ വെച്ച് അവളുണ്ട്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു പൂവ്. അല്ല ഞാൻ കണ്ടുണ്ട്. ഇത് ഇതൊക്കെ അവള് സ്വന്തമായിട്ട് അവളെ കൈകൊണ്ട് ഉണ്ടാക്കുക. എന്തായാലും എനിക്ക് ഇത്രയൊന്നും അവൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല കേട്ടാ. അയ്യോ ഇത് ഭയങ്കര വാല്യൂബിൾ ആയിട്ടുള്ള ഗിഫ്റ്റ് ആണ്. ഇനി ഇതാ അവസാനത്തെ ഒരു ഗിഫ്റ്റും കൂടി ഉണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പൊ ഞാൻ ഗിഫ്റ്റ് ഒക്കെ അൺബോക്സ് ചെയ്തു കേട്ടാ. എനിക്ക് ഞാൻ അത് കുറെ അവള് എഴുതിയിട്ടൊക്കെ ഉണ്ട് അതിൽ. അപ്പൊ അതൊക്കെ ഭയങ്കര സമാധാനമായിട്ടിരുന്ന് വായിക്കണം. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് അത് വായിക്കാൻ വേണ്ടി പോവാം. അപ്പൊ ഈ വീഡിയോ ഒന്ന് എൻഡ് ചെയ്യാന്ന് വിചാരിച്ചു. ഇതങ്ങനെ ഒരു പ്ലാൻ ഒന്നും ഉണ്ടാകുന്നില്ല. പക്ഷെ എന്നെ DTDC ആൾക്കാർ വിളിച്ചപ്പോൾ ഞാൻ അപ്പൊ വിചാരിച്ചു ആരാന്നറിയില്ല, അന്ന് എന്തായാലും ഒരു നല്ലൊരു വ്ളോഗ് എടുക്കാം എന്ന് വിചാരിച്ചു. പിന്നെ ഇതൊരു മെമ്മറി ആയി എടുക്കും ചെയ്യല്ലോ. അപ്പൊ അങ്ങനെ വ്ളോഗ് എടുത്തതാണ്. നിങ്ങൾക്കൊക്കെ ഇതുപോലത്തെ സർപ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യേ കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ, ലവ് യു.